എന്തിനും ഏതിനും അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുന്ന കേരളത്തിലെ ആളുകൾക്ക് രാവിലെ തന്നെ ഒരു ജോലി കിട്ടി. കോഴിക്കോട് തൊണ്ടയാട് ടി.പി. കുമാരൻ നായർ റോഡിലെ മാടത്തിൽമുക്ക് ഇല്ലത്തെ ആനന്ദിന്റെ വീട്ടിലെ സ്ത്രീകൾ രാവിലെ കിണറിൽ വെള്ളം കോരുവാൻ ചെന്നപ്പോൾ ഈ മനുഷ്യനെയാണ് കണി കണ്ടത്. കറുത്ത് കുറുതായ ഒരു മനുഷ്യൻ കിണറിന്റെ പടവിൽ പിടിച്ചു നിന്ന് വിറയ്ക്കുന്നു. തലേന്ന് രാത്രി മോഷ്ടിക്കാനായി മാടത്തിൽമുക്ക് ഇല്ലത്തെത്തിയ ഇയാളെ നാട്ടുകാർ ഒരു നോട്ടം കണ്ടിരുന്നു. പിന്നീട് സമീപത്തുള്ള സാഗര കലാസാംസ്കാരിക വേദി പ്രവർത്തകർ 1.5 ഏക്കറോളം വരുന്ന പറമ്പും വീടും മുഴുവൻ അരിച്ചു പെറുക്കി. എന്നാൽ പുള്ളിയെ കണ്ടില്ല. പിന്നീടാണ് രാവിലെ കിണറിൽ തലേന്നത്തെ കള്ളനെ കണ്ടത്. ഓടിക്കൂടിയ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിമാടുവിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി. കള്ളനെ പുറത്തെത്തിക്കാൻ ഫയർഫോഴ്സ് വലയിറക്കിയപ്പോൾ കള്ളന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുന്ന പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുന്ന അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം കുലുമാൽ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുന്ന കുലുമാൽ അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം കുലുമാൽ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുന്ന കുലുമാൽ അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം കുലുമാൽ. കിണറിൽ നിന്ന് മുകളിലെത്തിച്ച കള്ളനെ കാണാൻ ആളുകൾ കൂടി. കള്ളൻ അപ്പോഴും നിന്ന് വിറക്കുകയായിരുന്നു. വെള്ളത്തിൽ പിടിച്ചു നിന്ന് ഇരു കൈകളും വിളറി വെളുത്തിരുന്നു. കള്ളന്റെ ദയനീയാവസ്ഥ കണ്ട് ആരും ദേഹത്ത് കൈവച്ചില്ല. 12 മണിക്കൂറോളം കൽപ്പടവിൽ ജീവനും പിടിച്ചു നിന്നെടുത്തു നിന്ന് മോചനം ലഭിച്ചല്ലോ എന്ന ആശ്വാസം കള്ളന്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോഴേക്കും ചേവായ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി കള്ളനെ കസ്റ്റഡിയിലെടുത്ു. ബീഹാർ സ്വദേശി രാംദാസ് ആണ് കക്കാൻ വന്ന് വെള്ളത്തിലായത്. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം കുലുമാൽ. പോലീസ് വണ്ടിയിൽ കയറി സീറ്റിലിരിക്കാനായിരുന്നു കള്ളന്റെ ശ്രമം. പോലീസ് പറഞ്ഞതനുസരിച്ച് അവസാനം നിലത്തിരുന്നു. നനഞ്ഞ പാന്റും ഷർട്ടുമായി വിറച്ചുകൊണ്ട് കള്ളൻ യാത്രയായി. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം കുലുമാൽ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുന്ന കുലുമാൽ.